കൊല്ലാൻ ഇറങ്ങിയതാ മാഷേ? നിന്റെ അച്ഛനെ. അത് വളരെ നല്ല കാര്യം. നേരെ വീട്ടിലേക്ക് ചെന്നാ മതി. ഉമ്മറത്ത് ചാരുകസേലിതാ ഇങ്ങനെ കിടപ്പുണ്ട്. നിന്നെ ഒരുത്തം കെട്ടിയെടുക്കാൻ വന്നിട്ട് എന്തായി? കച്ചവടം ഉറപ്പിച്ചോ? എവിടെ? വന്നു, കണ്ടു, 5 മിനിറ്റ് ഞങ്ങൾ സ്വകാര്യമായി സംസാരിക്കുന്നു. അവര് വന്ന സ്പീഡിൽ സ്ഥലം വിടുന്നു. അതെന്ത് വിദ്യ? 5 മിനിറ്റിനുള്ളിൽ വാതിൽ കുറ്റിയിട്ടിട്ട് ചോദിച്ചു, തനിക്ക് എന്നെ കെട്ടണോടോന്ന്. അത്രയും പോരെ? എന്തേ? ഇപ്പൊ എങ്ങോട്ടാ? ബാക്ക് ടു മൈ ഫേവറേറ്റ് ഹോസ്റ്റൽ റൂം. ആ മുറിയോടും ആ ക്യാമ്പസിനോടുള്ള പ്രേമം കൊണ്ട് ഇതിപ്പോ 3ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷനാ. MSc ഫിസിക്സ്, മാത്സ്, ഇപ്പൊ കെമിസ്ട്രി. ഇതും കഴിഞ്ഞാൽ അറിയില്ല. കൊള്ളാവുന്ന ആണൊരുത്തം വിളിച്ചാ കൂടെ പോവും. ഏത് നരകത്തിലേക്കും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോവും. ഈ ഭൂമി വളരെ വിശാലായിട്ട് കിടക്കല്ലേ. എന്നാ വിട്ടോ മോനെ ദിനേശ. ഇയാൾക്ക് എന്നെ കെട്ടാമോ മിസ്റ്റർ ഇന്ദുചൂടൻ? എന്താ? അല്ല, ഈ ജീപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണോ ചോദിച്ചതാ. ഇതിൽ രണ്ടും പോവും. ഇനി നിന്നെ പഠിപ്പിക്കേണ്ട കോഴ്സ് എന്താണെന്ന് എനിക്കറിയാമടി കുഞ്ചുണ്ണൂലി. എന്താടോ പെൺകുട്ടികളെ വഴി തടഞ്ഞു വെച്ചൊരു സംസാരം? അഭ്യാസം അതിന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ അനന്തരവള അവള്, അറിയോ എനിക്ക്? ഓഹോ, അപ്പൊ താങ്കളാണോ അതിന്റെ മാമ? എന്തു പറഞ്ഞു? താങ്കളാണോ ആ കുട്ടിയുടെ അമ്മാവൻ? അങ്കിൾ, മാതുലൻ, മാമ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ തീർത്തു തരാം. എങ്കിൽ നന്നായി. ഞങ്ങൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടും കൺഫ്യൂഷൻ തീരുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് മുങ്ങി എവിടെയെങ്കിലും പോയി ഒന്ന് ജോളിയാക്കാൻ തീരുമാനിച്ചേ. അതിപ്പോ എവിടെ വേണമെന്നാ? ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകാന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് നീരിളക്കത്തിന്റെ കംപ്ലൈന്റാ. ക്ലൈമറ്റ് പിടിക്കില്ല. ആ കുട്ടിക്ക് ഇഷ്ടം ഗുരുവാരാണത്രേ. അവിടെ ആകുമ്പോ റെയ്ഡ് ഉണ്ടാവില്ലെന്നാ ആ കുട്ടി പറയണേ. ഞാനിപ്പോ ഏതൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു. എവിടെ പോയാലും അങ്കിളിനെയും കൂട്ടാം. പോലീസുകാർ വല്ലതും വന്നാ പറയാമല്ലോ ആ കുട്ടിയുടെ മാമയാണെന്ന്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. എന്നാ പോട്ടെ കല്ലട്ടി വാസുദേവനെ. What happened? Hey, nothing. ഞാനൊരു കാര്യം ചോദിക്കാൻ പറ്റേ. ഈ വണ്ടി എങ്ങനെ, പെട്രോളോ ഡീസലോ? ഇതില് രണ്ടും പോവില്ല, ഒന്നേ പോവൂ, പെട്രോൾ. നീ പോയ ഉടനെ നിന്റെ മാമ അങ്കിൾ വാസുദേവൻ വണ്ടി കൊണ്ട് ചവിട്ടിയിട്ട് എന്നോട് കോർക്കാൻ വന്നു. എന്തിന്? ഞാൻ നിന്നോട് മിണ്ടിയതിന്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ കെട്ടാൻ പോവാന്ന് പറഞ്ഞു. ഏയ് ചുമ്മാ പറഞ്ഞല്ലേ, ഒന്ന് എരി കേട്ടാൽ. എന്നാ വിട്ടോ. വേറൊന്നും പറയാനില്ലേ? വേറെന്ത് പറയാൻ? ഓ ദിനേശ. ഏയ് അനുധാരെ, ഏതെങ്കിലും ഒരു ആൺകുട്ടി വന്ന് വിളിച്ച ഉടനെ കൂടെ ഇറങ്ങിപ്പോവാൻ നിൽക്കണ്ട. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്താൽ? എൻ്റെ ചെറിയ മാമ ഒരാളുണ്ട്, കെട്ടിയിട്ടില്ല. ആള് നല്ല ഹാൻഡ്സം ആണ്, നല്ല ക്യാഷും ഉണ്ട്. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പട്ടി നിന്റെ അച്ഛൻ. അയ്യേ, ഇതെന്ത് കൂടിയത്? അഴുക്ക് വെള്ളല്ലേ ഇത്? സ്പിരിറ്റിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ചേർത്ത് കുപ്പിയിലാക്കുന്ന ഈ സാധനം അമൃതമൊന്നുമല്ല. അതിന്റെ കൂടെ ഐസ് ക്രിസ്റ്റൽ ക്യൂബ്സും സോഡയും ചേർത്താലും ഈ കുളത്തിലെ മെഴുക്കും പാടെയുള്ള വെള്ളം ചേർത്താലും കണക്കാ. ഇതൊരു ചതിയല്ലേടി മോളെ അനുധാരെ. കുറച്ചു നേരത്തേക്ക് ഒരു അബ്നോർമൽ ഫ്ലൈറ്റിൽ കയറിയ ഒരു യാത്ര, ഒരു സഞ്ചാരം, പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്ക്. ചുമ്മാ അങ്ങനെ 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 ഒരു ഏർപ്പാട്. നീ കാര്യം പറ മോനെ ദിനേശ.
എന്തിനാ എന്നെ തിരക്കി ഇപ്പൊ ഇങ്ങോട്ട് വന്ന? ഐ എം ഇൻ ട്രബിൾ, ഡീപ് ട്രബിൾ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ വൈകിപ്പോയതിന്റെ പേരിൽ ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് തുറന്നു ചോദിക്കാൻ വന്നാണ് ഞാൻ. ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു സേവ് മീ? എന്റെ വീട്ടിൽ നിന്നും വീട്ടുകാരെന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ഇതുവരെ ഓരോ കുസൃതികളെ ഒപ്പിച്ച് ഞാൻ പിടികൊടുക്കാതിരിക്കായിരുന്നു. ഇനി അത് നടക്കും തോന്നില്ല. അവരെല്ലാം സ്ട്രോങ് ആണ്, വളരെ ആഡമന്റ് ആണ്. പല ചാൻസും ഉണ്ടോ പക്ഷേ? ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ ആ ടൈപ്പല്ലെന്ന് എനിക്കറിയാം. കെട്ടിക്കോളെന്ന് പറഞ്ഞാ മതി. അതിങ്ങോട്ട് കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. ജോഴി മതി മതി മതി. നീ എന്നെ ഫിറ്റാക്കി കാര്യം നേടാൻ നോക്കണ്ട. അതൊരു ലാർജല്ലേ ഉള്ളൂ. ചേട്ടന്റെ ബോഡിയുടെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ വെച്ച് ഇത്രയും വേണ്ടേ? നീ ഇത് എത്രാമത്തെ തവണയാടി എന്നെ കാണുന്നത്? ദീർഘകാലത്തെ പഴക്കമൊന്നുമില്ല. എന്തിനാശാനെ നിങ്ങളെയും ഗുരുവായൂരപ്പനെയും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ? ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറ് ചെയ്ത് കേറുകയല്ലേ ഈ തിരുമുഖം. എടീ പന്ന കഴിവറുടെ മോളെ, എന്തോ നീ എന്ത് കണ്ടിട്ടൊരുമ്പട്ടിറങ്ങി പുറപ്പെട്ടതാടി? അന്ന് വീട്ടിൽ വെച്ച് മൂപ്പിൽനാരുടെ മുഖത്ത് നോക്കി ഒരമരം കാച്ചില്ലേ, അന്ന് ഞാൻ വീണതാ. പിന്നെ പോയി തപ്പി ഏട്ടന്റെ കോളേജ് മാഗസിൻസ്. അതിലങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. കോളേജ് യൂണിയൻ ചെയർമാൻ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ആക്ടർ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ ഫസ്റ്റ് റാങ്ക്. ജയിലിലും കിടന്നിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധി കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആരെയും ബിയർ ബോട്ടിൽ പൊട്ടി ചകത്ത് കയറ്റി തകത്തായതല്ല. ആ കഥയും കേട്ടു, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു. അങ്ങനെ സംഭവിച്ചത് നല്ലതിനാവും. ഇല്ലെങ്കിൽ ഈ കൊളക്കടവിൽ ഇങ്ങനെ എനിക്ക് കിട്ടുമായിരുന്നോ? വല്ല സ്റ്റേറ്റ് കാറിലും പറക്കുന്നുണ്ടാവും, ഒരു മോസ്റ്റ് പ്രോമിസിംഗ് ഡെഡ്ലി ടാലന്റഡ് ബ്യൂറോക്രാറ്റിന്റെ വേഷത്തിൽ. ഏയ് കുഞ്ചുണ്ണൂലി, നീ കൊള്ളാലോടി. കയ്യിൽ നിന്ന് വഴുതി വീണ് പൊട്ടിപ്പോയ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആരും എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടില്ല. നിനക്കൊരു ചാൻസ് നോക്കാവുന്നതാണ്. എന്ത് വേളാങ്കണ്ണി മാതാവേ, സത്യാണോ? ധൈര്യം ഉണ്ടോടി നിനക്ക് ഈ അവതാരത്തിനെ ആവാഹിക്കാൻ? ഞാൻ കട്ടയ്ക്ക് കൂടെ പിടിച്ചോളാവേ. എങ്കി വാ. Now you are in deep trouble. ഞാൻ നോക്കുവനോ, ഇപ്പൊ അച്ഛന്റെ അമ്മാവന്റെ മുമ്പിൽ ചെന്ന് ഇന്ദുചൂടന്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. പാലക്കാട്ട് നിന്നൊന്ന് ആലോചന നിനക്ക് ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാ മതി. ഒന്ന് ചുമ്മാ ഇരിയമേ. എന്താ പറഞ്ഞ കൊല്ലോ? എന്നാ നിങ്ങൾ കൊല്ലട്ടെ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മര്യാദക്ക് കെട്ടിച്ചു തന്നാ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും. ഷുവറാ. അമ്മ വാ. കുട്ടി അനർത്ഥം വിളിച്ചു വരുത്തല്ലേ. ആ ആലോചന ഞാൻ കേട്ടോ ഉറപ്പിക്കാവുന്ന തീരുമാനിച്ചിരിക്കണേ. കുട്ടി കേൾക്കണുണ്ടോ? വേണ്ട. എന്താ എന്താടേ പറഞ്ഞത്? അങ്ങ് അനുസരിച്ചാ മതി. കൊറേ ആയി നിന്റെ ഇഷ്ടം നോക്കിയിരിക്കും ഇവിടെ എല്ലാരും. ഇനി അത് വേണ്ട. വേണം. ഇത് എന്റെ മാരേജിന്റെ കാര്യല്ലേ, അപ്പൊ എന്റെ അഭിപ്രായം കൂടി നോക്കണം. എനിക്കൊരാളെ ഇഷ്ടം. ഞാൻ എന്താണോ രാമകൃഷ്ണ പറഞ്ഞത്? ഏതോ അടിയത് അസത്തെ ആരടിയവൻ? ആ ഇത് തന്നെയാ ആള്. ഇനിയൊക്കെ നേരിട്ട് ചോദിച്ചോളൂ. എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? ഇറങ്ങിക്കോളൂ. താൻ മിണ്ടരുത്. താൻ മിണ്ടണമെങ്കിൽ ഞാൻ പറയാം. ഇതാ നോക്ക് ഇന്ദുചൂടാ, പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം.
അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വല വീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനല്ല അവളും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. അത് സംഭവിച്ചിരിക്കും. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദി അമീനോ? വെറുതെ വയസ്സുകാലത്ത് എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ ഭാവി അമ്മായിയപ്പ. ഇനി ഇവിടെ ആരെങ്കിലും തൊട്ടെന്നറിഞ്ഞാൽ അമ്മ ക്ഷമിക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരു വീട്ടിൽ കയറി വന്ന് പെരുമാറേണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്. അപ്പൊ എല്ലാം പറഞ്ഞോലെ വാക്കസ്തേ. എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പെട്ടിയും പൊക്കോണടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. എപ്പോ കേറിയത് ചോദിച്ചാ മതി. വണ്ടി വിട്ടോ. ലൈഫ് കോഞ്ഞാട്ടയായാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്? കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് a lot. അടിച്ച് പൊളിക്കടാ. കമ്മലിട്ടു വന്നുവോ നിലപ്പൂക്കാലം, തങ്കത്തോടയിട്ടു തിങ്കൾ ഒട്ടു തൊട്ടു നിന്നുവോ മുളം കാടോരം, രാത്രിയിൽ പൊതിഞ്ഞ പൊന്നിനാ